അതുകൊണ്ട് തന്നെ കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങുകയാണ് പത്തനംതിട്ട എന്ന് തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് കിഴക്കൻ വനമേഖല. വനത്തിനുള്ളിലെ നീർച്ചാലുകൾ വറ്റിയതോടെ വെള്ളത്തിനായി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. പ്രധാന നദികളിൽ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. വേനൽ രൂക്ഷമായതോടെ കാട്ടുതീ ഭീഷണിയിലുമാണ് വനമേഖല. രൂക്ഷമായ വേനലിന്റെ പിടിയിലാണ് പത്തനംതിട്ട ജില്ലയിലെ വനമേഖല. പശ്ചിമഘട്ട മേഖലയിലെ നിബിഡ വനങ്ങളെല്ലാം വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങി. വർഷകാലത്ത് നിറഞ്ഞൊഴുകിയ അച്ചൻ കോവിലാറും കല്ലാറും ചെറിയ നീർച്ചാലുകളായി മാറി. കടുത്ത വേനലിൽ വനത്തിനുള്ളിലെ ചെറിയ തോടുകളും കുളങ്ങളും വറ്റിയതോടെ വന്യമൃഗങ്ങൾ വെള്ളത്തിനായി പകൽ സമയങ്ങളിൽ പോലും നദികളിൽ എത്തുന്നത് പതിവാകുന്നു. കടുത്ത ചൂടിൽ മരങ്ങളും ചെടികളും കരിഞ്ഞുണങ്ങിയതിനാൽ കാട്ടുതീ ഭീഷണിയിലാണ് വനമേഖല. തീറ്റയും വെള്ളവുമില്ലാതെ ആനയും പുലിയും പന്നിയുമെല്ലാം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതും ഭീഷണിയാകുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ചൂട് കൂടിയതോടെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കാടിനുള്ളിൽ ചെറുകുളങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് കാസർഗോട്ടെ സന്നദ്ധ സംഘടന. കാസർഗോഡ് ഓട്ടമല വനത്തിനുള്ളിലാണ് 6 ചെറുകുളങ്ങൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ നിർമ്മിച്ചത്. ചൂട് കൂടിയതോടെ വന്യമൃഗങ്ങൾ വെള്ളം തേടി നാട്ടിലിറങ്ങുന്നത് തടയാനാണ് ശ്രമം. വനത്തിനുള്ളിൽ നീരുറവകൾ കണ്ടെത്തിയാണ് ചെറുകുളങ്ങളുടെ നിർമ്മാണം. ബ്രഷ്വുഡ് ചെക്ക് ഡാമുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഓട്ടമല വനസംരക്ഷണ സമിതിയും സർപ്പപക്മാർക്ക് ഫൗണ്ടേഷനും സംയുക്തമായാണ് വനത്തിലെ നീരുറവകൾ സംരക്ഷിക്കുന്നത്. ഓട്ടമല വനസംരക്ഷണ സമിതി, അതുപോലെ സർപ്പ പക്മാർക്ക് റെസ്ക്യൂ ഫൗണ്ടേഷൻ, ഇതിൻ്റെ എല്ലാം ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഇതുപോലെ നീർക്കുഴികൾ കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്ത് കുളങ്ങൾ നിർമ്മിച്ചു വരുന്നുണ്ട്. കുളങ്ങളും നീരുറവുകളൊക്കെ സംരക്ഷിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ ഓട്ടമല വനപ്രദേശത്ത് ഏകദേശം 6ഓളം കുളങ്ങളാണ് നിർമ്മിച്ചത്. അപ്പോൾ ഇത് വന്യമൃഗങ്ങൾ വെള്ളം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ തൊട്ടടുത്ത് കാടാണെങ്കിൽ തൊട്ടടുത്ത് നാടാണ്. അപ്പോൾ നാടിൻ്റെ ഭൂഗർഭജലം ഉയർത്താൻ നമുക്ക് ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. കൊടും ചൂടിലും വന്യജീവികൾക്ക് ഇനി കാട്ടിനുള്ളിൽ യഥേഷ്ടം വെള്ളം കുടിക്കാം. പക്ഷികൾക്ക് കത്തുന്ന വെയിലിൽ നിന്നും ആശ്വാസം നേടാം. കാടിന്റെ പച്ചപ്പിലേക്ക് നിറം മാറ്റവുമായി വേനലെത്തുമ്പോൾ ചെറുകുളങ്ങൾ വെള്ളത്താൽ സമൃദ്ധമാകും. ന്യൂസ് 18 കാസർഗോഡ്. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനത്തിനകത്ത് കുളങ്ങൾ സ്ഥാപിച്ചും പഴവൃക്ഷ തൈകൾ നടുന്ന നടപടിയും വനം വകുപ്പും ആരംഭിച്ചു. പാലക്കാട് ജില്ലയിലെ വനമേഖലയിലാണ് പദ്ധതി ഊർജിതമായി ഇപ്പോൾ നടക്കുന്നത്. കടുത്ത വേനലിൽ വരണ്ടുണങ്ങിയിരിക്കുകയാണ് വനാന്തരങ്ങൾ. വൻമരങ്ങളല്ലാതെ പച്ചപ്പുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. വെള്ളവും ഭക്ഷണവും തേടി വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നു. ഗ്രാമങ്ങളിലെ പച്ചപ്പും ജലസമൃദ്ധിയുമാണ് വന്യമൃഗങ്ങളെ ആകർഷിക്കുന്നത്. വനത്തിൽ കൃത്രിമ കുളങ്ങൾ സ്ഥാപിച്ച് വന്യജീവികൾക്ക് വെള്ളം ഉറപ്പുവരുത്തുമെന്ന് വനം മന്ത്രി വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് നടപടി. പാലക്കാട് വനമേഖലയിലാണ് കൃത്രിമ കുളങ്ങൾ നിർമ്മിച്ചും പഴവൃക്ഷ തൈകൾ നട്ടും വനം വകുപ്പ് വന്യജീവികളെ കാടിറങ്ങുന്നത് തടയാൻ ശ്രമിക്കുന്നത്. പഴയ ചെക്ക് ഡാമുകൾ, കുളങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ്
ഈ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇത്തരം വന്യജീവികളുടെ പ്രസൻസ് വനത്തിനുള്ളിൽ മാത്രം ഒതുക്കി നിർത്തുക എന്നുള്ള ഒരു നടപടിയുടെ ഒരു ഭാഗമാണ് ഈ പ്രവൃത്തികൾ. വന്യജീവികളുടെ ഭക്ഷണമായ വനവിഭവങ്ങൾ വ്യാപകമായി വിറ്റഴിച്ച് കോടികൾ കൊയ്യുന്ന വനം വകുപ്പിന്റെ നടപടിക്കെതിരെ വ്യാപക വിമർശനമുയർന്നിരുന്നു. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. വന്യമൃഗങ്ങൾ